ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അടിയുറച്ച വിശ്വാസം, അടിതെറ്റാത്ത പാദങ്ങൾ. പ്രീമിയർ, ദി കിങ് ഓഫ് ഫുട്വെയർസ്. ആഹ്ലാദം മുണ്ടുകൾ, ഇനി ഓരോ വീട്ടിലും ആഹ്ലാദം. നമസ്കാരം. ജില്ലാ വാർത്തകൾ. ദീർഘദൂര ബസ്സുകാരുടെ മരണപ്പാച്ചിലിന് അറുതിയാവുന്നില്ല. അപകടങ്ങൾ വിതച്ച് ദേശീയപാതയിലൂടെ അവർ പരക്കം പാച്ചിൽ നടത്തുകയാണ്. ചൊവ്വാഴ്ച രാവിലെ വടകരയിൽ നടന്ന അപകടത്തിന്റെ നടുക്കത്തിൽ നിന്ന് നാട്ടുകാർ ഇതുവരെ മുക്തി നേടിയിട്ടില്ല. സ്കൂൾ ബസ്സിനെയാണ് വിരാട് ബസ് കുത്തിമറിച്ചിട്ടത്. ഇതേക്കുറിച്ചുള്ള റിപ്പോർട്ട് പ്രധാന വാർത്തകൾക്ക് ശേഷം. ദേശീയ തലത്തിൽ പൊതുവിതരണ സമ്പ്രദായം കുത്തകവൽക്കരിക്കപ്പെട്ടിരിക്കുകയാണെന്ന് AK ശശീന്ദ്രൻ MLA. LDF നേതൃത്വത്തിൽ ജനപ്രതിനിധികൾ കളക്ടറേറ്റ് മാർച്ച് സംഘടിപ്പിച്ചു. ദേശീയപാതയിൽ അപകടങ്ങൾ തുടർക്കഥ. വടകരയിൽ ദീർഘദൂര ബസ്സിടിച്ച് സ്കൂൾ ബസ് മറിഞ്ഞു. 30ഓളം പേർക്ക് പരിക്ക്. കഴിഞ്ഞ ഒരു മാസമായി തുടരുന്ന കോറി കർഷക സമരം മൂലം നിർമ്മാണ മേഖല പൂർണ്ണമായും സ്തംഭിച്ചിരിക്കുകയാണെന്ന് ബിൽഡേഴ്സ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ. വിശദമായ വാർത്തകളിലേക്ക്. ദേശീയ തലത്തിൽ പൊതുവിതരണ സമ്പ്രദായം കുത്തകവൽക്കരിക്കപ്പെട്ടിരിക്കുകയാണെന്ന് AK ശശീന്ദ്രൻ MLA. വിലക്കയറ്റത്തിനെതിരെ LDF നേതൃത്വത്തിൽ ജനപ്രതിനിധികൾ സംഘടിപ്പിച്ച കളക്ടറേറ്റ് മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിലക്കയറ്റത്തിനെതിരെ LDF നേതൃത്വത്തിൽ ജനപ്രതിനിധികൾ കളക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തി. പെട്രോൾ, ഡീസൽ വില, ട്രെയിൻ നിരക്ക് എന്നിവ കൂട്ടിയും സാധനങ്ങളുടെ സബ്സിഡി എടുത്തുകളഞ്ഞും വില വർധന രൂക്ഷമാകുന്ന സർക്കാർ നയത്തിൽ പ്രതിഷേധിച്ചാണ് ധർണാ സമരം. ഗ്രാമ, ബ്ലോക്ക്, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളും നഗരസഭാ കോർപ്പറേഷൻ കൌൺസിലർമാരും പങ്കെടുത്ത ധർണാ സമരം AK ശശീന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. ദേശീയ തലത്തിൽ പൊതുവിതരണ സമ്പ്രദായം കുത്തകവൽക്കരിക്കപ്പെടുകയാണെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. സിവിൽ സപ്ലൈസ് വകുപ്പ് അഴിമതിയുടെ കൂത്തരങ്ങാണ്. സർക്കാർ വിപണിയിൽ ഇടപെടുന്നില്ലെന്നും വികസനത്തിനു പകരം വിലക്കയറ്റത്തിനാണ് സർക്കാർ നേതൃത്വം നൽകുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. അത്രമാത്രം സഹിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള നിലയിലേക്കാണ് വിലക്കയറ്റം ഇന്ന് നമ്മെ കാർന്നു നിന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ കേന്ദ്ര ഗവൺമെന്റിന്റെയും സംസ്ഥാന ഗവൺമെന്റുകളുടെയും നയമാണ് വിലക്കയറ്റത്തിന് അടിസ്ഥാന കാരണം എന്ന് ഈ നാട്ടിലെ ജനങ്ങൾ തിരിച്ചറിയുന്നത്. മേയർ AK പ്രേമചന്ദ്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കാനത്തിൽ ജമീല, CPM ജില്ലാ സെക്രട്ടറി TP രാമകൃഷ്ണൻ, മുൻ മേയർ M ഭാസ്കരൻ, മാത്യു പോഴത്തിങ്കൽ, ജോബ് കാട്ടൂർ, TV ബാലൻ, K ചന്ദ്രൻ, LDF ജില്ലാ കൺവീനർ മുക്കം മുഹമ്മദ് എന്നിവർ സംസാരിച്ചു. ദീർഘദൂര ബസ് ഇടിച്ച് സ്കൂൾ ബസ് താഴ്ചയിലേക്ക് മറിഞ്ഞു. അപകടത്തിൽ വിദ്യാർത്ഥികളടക്കം 30ഓളം പേർക്ക് പരിക്കേറ്റു. ദേശീയപാതയിൽ KT ബസാറിൽ സ്വാമിമഠം റോഡിന് സമീപമാണ് അപകടം നടന്നത്. പരിക്കേറ്റവരെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും സ്വകാര്യ ആശുപത്രിയിലുമായി പ്രവേശിപ്പിച്ചു. വടകര കീഴലിൽ പ്രവർത്തിക്കുന്ന സീൻ പബ്ലിക് സ്കൂൾ ബസ്സിൽ തലശ്ശേരിയിൽ നിന്ന് കോഴിക്കോട്ടേക്ക് പോകുന്ന വിരാട് ബസ് ഇടിക്കുകയായിരുന്നു. അപകടത്തിൽ വിദ്യാർത്ഥികളടക്കം 30ഓളം പേർക്ക് പരിക്കേറ്റു. ദേശീയപാതയിൽ KT ബസാറിൽ സ്വാമിമഠം റോഡിന് സമീപമാണ് അപകടം നടന്നത്. അപകടത്തിൽ പരിക്കേറ്റ കണ്ണൂർ ചാലക്കുന്ന് വീണ, സീൻ പബ്ലിക് വിദ്യാർത്ഥികളായ മന്ദരത്തൂർ മഠത്തിൽ അബ്ദുൾ റസാഖിന്റെ മകൾ അൽമാസ്, എടച്ചേരി പടിഞ്ഞാറെ പൂക്കാട് ശ്രീജിത്തിന്റെ മകൾ സ്നിഗ്ധ, പയ്യോളി മെഹനാസിൽ മെഹറാജിന്റെ മകൾ ഇഫ സഫിയ എന്നിവരെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. പിന്നിലിടിയേറ്റ സ്കൂൾ ബസ് പടിഞ്ഞാറു വശത്തെ ഓവുചാലിലേക്ക് മറിഞ്ഞതിനാൽ നിരവധി കുട്ടികൾക്ക് പരിക്കേറ്റു. 20ഓളം കുട്ടികൾ ബസ്സിലുണ്ടായിരുന്നു. ഓടിക്കൂടിയ നാട്ടുകാർ രക്ഷാപ്രവർത്തനം നടത്തി. വിവിധ സ്ഥലങ്ങളിൽ നിന്നും വിദ്യാർത്ഥികളുമായി വന്ന സ്കൂൾ ബസ് KT ബസാറിൽ നിന്ന് സ്വാമിമഠം റോഡിലേക്ക് തിരിയുമ്പോൾ വിരാട് ബസ് വന്നിടിക്കുകയായിരുന്നു. വീഴ്ചയിൽ തൊട്ടടുത്തുള്ള വീട്ടുവളപ്പിലെ തെങ്ങുകളിൽ തട്ടിയാണ് സ്കൂൾ ബസ് നിന്നത്. ദീർഘദൂര ബസ് യാത്ര
യാത്രക്കാരിൽ പരിക്കേറ്റ അരുണിമ, ഷെമീൽ, പ്രമോദ്, അബ്ദുൾ റഷീദ്, ഉണ്ണികൃഷ്ണൻ, ഇഷിത് എന്നിവരെ വടകര ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മുക്കാലി ഫാത്തിമ യാസിൻ വടകര സഹകരണ ആശുപത്രിയിൽ ചികിത്സയിലുണ്ട്. 16 പേർ ആശ ഹോസ്പിറ്റലിൽ കഴിയുകയാണ്. കുട്ടികളെ ബസ്സിൽ നിന്ന് പൂർണ്ണമായും പുറത്തെടുക്കാൻ അരമണിക്കൂറിലേറെ വേണ്ടിവന്നു. ചോമ്പാല, വടകര, എടച്ചേരി പോലീസ് സ്റ്റേഷനിലുള്ളവരും വടകര ഫയർഫോഴ്സും നൂറുകണക്കിന് ആളുകളും സ്ഥലത്തെത്തി. സമ്പൂർണ്ണ മദ്യനിരോധനം നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ട് കേരള മദ്യനിരോധന സമിതി കൺസ്യൂമർ ഫെഡ് റീജിയണൽ ഓഫീസിന് മുൻപിൽ സത്യാഗ്രഹ സമരം നടത്തി. INTC സംസ്ഥാന വൈസ് പ്രസിഡന്റ് KC രാമചന്ദ്രൻ സമരം ഉദ്ഘാടനം ചെയ്തു. കേരള മദ്യനിരോധന സമിതിയുടെ നേതൃത്വത്തിൽ കൺസ്യൂമർ ഫെഡ് റീജിയണൽ ഓഫീസിന് മുൻപിൽ പ്രവർത്തകർ സത്യാഗ്രഹ സമരം നടത്തി. ബാലുശ്ശേരി കൈരളി റോഡിൽ പ്രവർത്തിക്കുന്ന നിയമവിരുദ്ധ മദ്യഷാപ്പ് അടച്ചുപൂട്ടുക, കൺസ്യൂമർ ഫെഡ് അധികൃതരും കേരള സർക്കാരും നീതി പാലിക്കുക, 418 ബാർ തുറക്കരുത്, സമ്പൂർണ്ണ മദ്യനിരോധനം നടപ്പിലാക്കുക തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയായിരുന്നു സത്യാഗ്രഹ സമരം സംഘടിപ്പിച്ചത്. INTUC സംസ്ഥാന വൈസ് പ്രസിഡന്റ് KC രാമചന്ദ്രൻ സമരം ഉദ്ഘാടനം ചെയ്തു. NGO അസോസിയേഷൻ മുൻ സംസ്ഥാന സെക്രട്ടറി K ഉമാനാഥ് മുഖ്യപ്രഭാഷണം നടത്തി. മദ്യനിരോധന സമിതി കൊയിലാണ്ടി താലൂക്ക് പ്രസിഡന്റ് കുര്യൻ ചെമ്പനാനി അധ്യക്ഷനായിരുന്നു. സെക്രട്ടറി A കുഞ്ഞിരാമൻ ഉണ്ണി, സ്വാതന്ത്ര്യ സമര സേനാനി ഗ്രോവാസു, മദ്യനിരോധന സമിതി ജില്ലാ പ്രസിഡന്റ് ഹാജി മാഹിൻ നേരോത്ത്, രാമദാസ് പന്തിരങ്കാവ്, വാസു എന്നിവർ സംസാരിച്ചു. കഴിഞ്ഞ ഒരു മാസമായി തുടരുന്ന ക്വാറി ക്രഷർ സമരം മൂലം നിർമ്മാണ മേഖല പൂർണ്ണമായും സ്തംഭിച്ചിരിക്കുകയാണെന്ന് ബിൽഡേഴ്സ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ. ഖനന മേഖലയിൽ സ്വീകരിക്കുന്ന അപ്രായോഗിക നിലപാടാണ് ഇതിന്റെ കാരണമെന്നും ബിൽഡേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ കോഴിക്കോട് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. അലുമിനിയം ആണെങ്കിൽ തന്നെയും മാർബിളിന്റെ വർക്കാണെങ്കിൽ തന്നെയും എല്ലാ വർക്കുകളും ഒരേപോലെ സ്തംഭിച്ച ഒരു കാലഘട്ടം ഇതിനു മുന്നേ കേരളത്തിലുണ്ടായിട്ടില്ല. അത് ഗവൺമെന്റ് ഇതിന് വളരെ ലാഘവ ബുദ്ധിയോടെ കാണുന്നതിൽ ഞങ്ങൾക്ക് അതിയായ അമർഷമുണ്ട്. കഴിഞ്ഞ ഒരു മാസമായി തുടരുന്ന ക്വാറി ക്രഷർ സമരം മൂലം നിർമ്മാണ മേഖല പൂർണ്ണമായും സ്തംഭിച്ചിരിക്കുന്നു. കരാറുകാർ ബഹിഷ്കരിക്കുന്നതിനാൽ സർക്കാർ പണികൾ നേരത്തെ തന്നെ നിലച്ചിരുന്നു. എന്നാൽ ക്രഷർ സമരം മൂലം മെറ്റലും എംസാൻഡും ലഭ്യമല്ലാത്തതിനാൽ സ്വകാര്യ മേഖലയിലുള്ള ശതകോടികളുടെ പണികളും നിർത്തിവെക്കേണ്ട നിലയിലാണ്. കരിങ്കൽ ഖനന മേഖലയിൽ സർക്കാർ സ്വീകരിച്ചിരിക്കുന്ന അപ്രായോഗികമായ സമീപനമാണ് ഇപ്പോഴത്തെ പ്രതിസന്ധിക്കു കാരണം. അത്യാവശ്യമായി നടത്തേണ്ട റോഡിന്റെ കുഴിയടപ്പ് പോലും മുടങ്ങിയിരിക്കുന്നതിനാൽ കാലവർഷക്കെടുതി മൂലം പൊറുതിമുട്ടുന്ന പൊതുജനത്തിന്റെ ബുദ്ധിമുട്ടുകൾ 10 മടങ്ങ് വർദ്ധിച്ചിരിക്കുകയാണ്. ഓണം അടുത്തുവരുന്ന സാഹചര്യത്തിൽ തൊഴിൽ നഷ്ടപ്പെടുന്നത് മൂലം തൊഴിലാളി കുടുംബങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്ന ദുരന്തം ഭയാനകരമായിരിക്കും. അതിനാൽ പരിതാപകരമായി നിഷ്ക്രിയത്വം വെടിഞ്ഞു ഈ പ്രശ്നത്തിൽ സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്നും എത്രയും വേഗം പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നും ബിൽഡേഴ്സ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ ആവശ്യപ്പെട്ടു. ദേശീയ മദ്യനിരോധന സമിതി ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മദ്യനിരോധന ട്രാഫിക് ബോധവൽക്കരണ സെമിനാർ സംഘടിപ്പിച്ചു. സാഹിത്യകാരൻ UK കുമാരൻ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ KP അബ്ദുൾ റസാഖ് മുഖ്യാതിഥിയായി പങ്കെടുത്തു. ദേശീയ മദ്യനിരോധന സമിതി കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് മദ്യനിരോധന ട്രാഫിക് ബോധവൽക്കരണ സെമിനാർ സംഘടിപ്പിച്ചത്. മാനാഞ്ചിറ സ്പോർട്സ് കൌൺസിൽ ഹാളിൽ നടന്ന പരിപാടി പ്രശസ്ത സാഹിത്യകാരൻ UK കുമാരൻ ഉദ്ഘാടനം ചെയ്തു. മദ്യപ്രതിപാദനത്തിനുള്ള ആസക്തിയിൽ മോചിപ്പിക്കാൻ കഴിഞ്ഞു വെച്ചിട്ടില്ല. പക്ഷേ മദ്യത്തിന്റെ സമ്പത്തമായ ലഭ്യത മദ്യപാനം ഉൾക്കൊള്ളുന്നതിനുള്ള ഒരു ആവിചാര ഫലമാകുന്ന വിശ്വാസം അത് മാറ്റിയെടുക്കേണ്ടിയിരിക്കുന്നു. ഇപ്പൊ മദ്യം എല്ലാവർക്കും എല്ലാവർക്കും ഇഷ്ടംപോലെ കിട്ടുകൊണ്ടിരിക്കുകയാണ്. മദ്യം കഴിച്ചാൽ കുഴപ്പമില്ല എന്ന് ഇവിടെ നമുക്ക് തോന്നുക. തീർച്ചയായിട്ടും നമ്മുടെ ഒരു സമൂഹം മദ്യത്തിന്റെ അടിമപ്പെടും. അസിസ്റ്റന്റ് കമ്മീഷണർ KP അബ്ദുൾ റസാഖ് മുഖ്യാതിഥിയായിരുന്നു. മദ്യനിരോധന സമിതി സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ TM രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. കേരള സംസ്ഥാന ആഭരണ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് ചെയർമാൻ അഡ്വക്കേറ്റ് M രാജൻ, NCP ദേശീയ കൌൺസിൽ അംഗം അഡ്വക്കേറ്റ് MP സൂര്യനാരായണൻ, ആർട്ട് ഓഫ് ലിവിംഗ് ഫൗണ്ടേഷൻ ജില്ലാ ടീച്ചർ കോർഡിനേറ്റർ KN രാജേന്ദ്രൻ എന്നിവർ സംബന്ധിച്ചു. ട്രാഫിക് ബോധവൽക്കരണ നിയമങ്ങളെ പറ്റിയുള്ള ഡോക്യുമെന്ററി ഫിക്ഷൻ പ്രദർശനവും തുടർന്ന് നടന്നു. വാർത്തകളിൽ ഇടവേള. വിശ്വാസം അടിതെറ്റാത്ത പാദങ്ങൾ പ്രീമിയർ ദ കിങ് ഓഫ് ഫുട്വെയർസ്. എനിക്ക് കാണണ്ടവനെ. ആഹ്ലാദം മുണ്ടുകൾ. ഇനി ഓരോ വീട്ടിലും ആഹ്ലാദം. ഓരോ യഥാർത്ഥ പട്ടിന് പിന്നിലും ഒരു കഥയുണ്ട്. അവ കണ്ടെത്തുവാൻ ലോകത്തിന്റെ ഏത് കോണിലും ചെന്നെത്തുന്ന ഒരു വ്യക്തിയുമുണ്ട്.
അദ്ദേഹത്തിന് കരുത്തേകുവാൻ ഒട്ടേറെ നെയ്ത്ത് ഗ്രാമങ്ങളുണ്ട്. അവിടെ ലോകത്തിലെ ഏറ്റവും മികച്ച നെയ്ത്തുകാരുണ്ട്. ഓരോ പട്ടും അനശ്വരമാക്കുവാൻ പരമ്പരാഗത കലാകാരന്മാരുണ്ട്. ആ പട്ടിനൊരു പേരുണ്ട്, കല്യാൺ സിൽക്സ്. കല്യാൺ സിൽക്സ്, ലോകത്തിലെ ഏറ്റവും മികച്ച പട്ടിന്റെ കഥ. കേരളത്തിലെ ഏറ്റവും വലിയ ഇലക്ട്രോണിക് സമുച്ചയം SG ഇലക്ട്രോണിക്ക. 12 ബ്രാൻഡഡ് കമ്പനി ഷോറൂമുകൾ ഒരു കുടക്കീഴിൽ. SG ഇലക്ട്രോണിക്ക. 666 രൂപ നൽകി LED TV സ്വന്തമാക്കുവാൻ സുവർണാവസരം. SG ഇലക്ട്രോണിക്ക. LG, സോണി, പാനസോണിക്, വോൾട്ടാസ്, ഗോദ്രേജ്, ഹയർ, ഷാർപ്പ്, ഫിലിപ്സ്, വേൾപൂൾ, IFB ബ്രാൻഡുകളുടെ എല്ലാ മോഡലുകളും. SG ഇലക്ട്രോണിക്ക, ഇലക്ട്രോണിക്സ് ജംഗ്ഷൻ നിയർ മലബാർ ക്രിസ്ത്യൻ കോളേജ്, വയനാട് റോഡ്, കോഴിക്കോട്. ഫോൺ 0495406201. നമ്മുടെ സന്തോഷത്തെക്കാൾ വലുതായി അവർക്ക് മറ്റെന്തുണ്ട്? നമുക്കേകും സന്തോഷം അവർക്കതാണ് ആഘോഷം. നിമിഷങ്ങളെല്ലാം ഉത്സവം. തോളും ഈ സന്തോഷം തിളങ്ങുന്നൊരാഘോഷം. നിമിഷങ്ങളെല്ലാം My daughter's happiness festival at Malabar Gold and Diamonds. അവളുടെ സന്തോഷം നിങ്ങളുടെ ആഘോഷം. വാർത്തകൾ തുടരുന്നു. മലബാർ ഹജ്ജ് പഠന ക്യാമ്പ് കല്ലായി റോഡ് സ്നേഹാഞ്ജലി ഓഡിറ്റോറിയത്തിൽ നടന്നു. ഇന്ത്യൻ ഇസ്ലാഹി മൂവ്മെന്റ് അഖിലേന്ത്യാ സെക്രട്ടറി ഹുസൈൻ മടവൂർ ഉദ്ഘാടനം ചെയ്തു. മലബാർ ഹജ്ജ് പഠന ക്യാമ്പ് കല്ലായി റോഡ് സ്നേഹാഞ്ജലി ഓഡിറ്റോറിയത്തിലാണ് സംഘടിപ്പിച്ചത്. ഇന്ത്യൻ ഇസ്ലാഹി മൂവ്മെന്റ് അഖിലേന്ത്യാ സെക്രട്ടറി ഡോക്ടർ ഹുസൈൻ മടവൂർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ആളുകൾ വരുമാനം നോക്കി കണക്കാക്കി ഇത്ര ഞാൻ സക്കാത്ത് കൊടുക്കാനുണ്ടെന്ന് കണക്കാക്കി സക്കാത്ത് കൊടുത്താൽ സക്കാത്ത്. എന്നാൽ ഒരാൾ ധാരാളം കൊടുക്കുന്നുണ്ട്. അയാൾ മുതൽ എത്ര നയക്കറിയില്ല, അയാൾ സക്കാത്ത് എത്ര കൊടുക്കണം എന്നറിയില്ല, അങ്ങനെ നിയത്തില്ല. ഇതിലയാൾ സക്കാത്ത് കൂടില്ല, കൊടുത്ത സക്കാത്തിനേക്കാൾ അധികം ആളാണ്. ഇതുപോലെ തന്നെ ഹജ്ജ് ചെയ്യുന്ന ഒരാൾ മക്കത്ത് പോകുന്നു, ഹജ്ജ് ചെയ്യുന്നു, തിരിച്ചു വരുന്നു. ഇതിന്റെ പ്രചോദനം, ഇതിന്റെ മനസ്സിലുള്ള കാര്യം പഠിച്ചവനെ ജീവിതത്തിൽ ഒരിക്കൽ ഹജ്ജ് ചെയ്യാൻ വേണ്ടി പഠിച്ചവനെ നീ കൽപ്പിച്ചതും ഞാനത് ചെയ്യാൻ, ഇത് എന്നിൽ നിന്ന് സ്വീകരിക്കണമേ എന്ന ഒരു ദുആ, ഒരു നിയ്യത്തിന്റെ ഉള്ളിലുണ്ടെങ്കിൽ ഇത് ഹജ്ജാവും. അല്ലെങ്കിൽ ഒരു യാത്ര മക്ക മദീനയൊക്കെ കണ്ടുപോരാൻ ആൾക്കാർ ഹജ്ജിന് പോയെന്നൊക്കെ അവർക്കും തോന്നുന്നു. KNM സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ EK ഹമ്മദ് കുട്ടി അധ്യക്ഷം വഹിച്ചു. KNM സംസ്ഥാന സെക്രട്ടറി A അസ്കർ അലി, ISM സംസ്ഥാന സെക്രട്ടറി ഇസ്മയിൽ കാരിയാട്, MSM സംസ്ഥാന സെക്രട്ടറി ഫൈസൽ പാലത്ത്, അഡ്വക്കേറ്റ് ഹനീഫ, C അബ്ദുൽ ലത്തീഫ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് അബ്ദുൽ ലത്തീഫ് കരുമ്പുലാക്കൽ, C മുഹമ്മദ് സലീം സുല്ലമി, ഷാഹുൽ ഹമീദ് കൊണ്ടോട്ടി, CP ഉമ്മർ സുല്ലമി എന്നിവർ ക്ലാസുകളെടുത്തു. ശക്തമായി വീശിയ കാറ്റിൽ വീട് നിലംപൊത്തി. തോപ്പയിൽ മുഹമ്മദ് കോയയുടെ വീടാണ് ചൊവ്വാഴ്ച രാവിലെ വീശിയ കാറ്റിൽ മേൽക്കൂരയടക്കം തകർന്നു വീണത്. തോപ്പയിൽ പണിക്കരകം മത്സ്യത്തൊഴിലാളി മുഹമ്മദ് കോയയുടെ വീടാണ് ശക്തമായി വീശിയ കാറ്റിൽ തകർന്നു വീണത്. വീടിന്റെ മേൽക്കൂരയും ചുമരുകളും നിലം പൊത്തിയിട്ടുണ്ട്. മുഹമ്മദ് കോയയുടെ മകൻ മൻസൂറിന് അപകടത്തിൽ തലയ്ക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഇദ്ദേഹത്തെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ചൊവ്വാഴ്ച രാവിലെ 9:30 സംഭവം. മുഹമ്മദ് കോയയുടെ ഭാര്യയും കുട്ടികളും അടക്കം 6 പേരാണ് താമസിക്കുന്നത്. അപകട സമയത്ത് മുഹമ്മദ് കോയയുടെ ഭാര്യയും മകൻ മൻസൂറും മാത്രമായിരുന്നു വീട്ടിലുണ്ടായിരുന്നത്. ഓടുകൾ ഇളകി വീഴുന്നത് കണ്ടതോടെ ഇരുവരും പുറത്തേക്ക് ഓടുകയായിരുന്നു. അത് വൻ അപകടം ഒഴിവാക്കി. ഓട് തലയിൽ വീണാണ് മൻസൂറിന് പരിക്കേറ്റത്. വാക്കുകളിലൂടെയും വരകളിലൂടെയും ഗാസയിൽ അരങ്ങേറുന്ന ഇസ്രായേൽ ക്രൂരതയ്ക്കെതിരെ പുതുശബ്ദം തീർക്കുകയാണ് ബൈജു ലൈല രാജും ലവ്ലി നിസാറും. പാലസ്തീൻ സിംഫണി എന്ന പേരിൽ ആർട്ട് ഗാലറി ഒരുക്കിയ പ്രദർശനം ഗാസയ്ക്കായുള്ള പ്രതിഷേധത്തിന്റെ വരകളിലൂടെയുള്ള വാക്കുകളാണ്. ഗാസയെ ചിത്രശലഭത്തോടുപമിച്ചും രക്തപുഷ്പമായി മാറ്റിയും പ്രതിഷേധത്തിന്റെ പുതിയ തലങ്ങൾ തീർക്കുകയാണ് കോഴിക്കോട് ആർട്ട് ഗാലറിയിലെ പലസ്തീൻ സിംഫണി ചിത്ര പ്രദർശനം. ഗാസയിൽ അരങ്ങേറുന്ന ഇസ്രായേൽ ക്രൂരതയ്ക്കെതിരെ വരയിലൂടെയും വാക്കുകളിലൂടെയും പ്രതിഷേധിക്കുകയാണ് ബൈജു ലൈല രാജും ലവ്ലി നിസാറും. സംഗീതം പ്രമേയമാക്കിയാണ് ബൈജു ലൈല രാജ് വരച്ചതെങ്കിൽ യുദ്ധത്തിന്റെ കെടുതികൾ കൂടുതൽ അനുഭവിക്കുന്ന സ്ത്രീത്വത്തിന്റെ മുഖമായിരുന്നു ലവ്ലിയുടെ ചായക്കൂട്ടുകളിൽ കണ്ടെത്തിയത്. അനശ്വര ഗായകൻ മുഹമ്മദ് റഫിയുടെയും മലയാളികളുടെ പ്രിയ ഗായകൻ ബാബുക്കയുടെയും രൂപങ്ങൾ വരയിൽ കാണാം.
ബാങ്ക് ജീവനക്കാരുടെ കലാ സാംസ്കാരിക വേദിയായ നവതരംഗമാണ് പ്രദർശനം സംഘടിപ്പിച്ചത്. പോൾ കല്ലനോട് പ്രദർശനം ഉദ്ഘാടനം ചെയ്തു. കവിയും നാടക പ്രവർത്തകനും സംവിധായകനുമായ ബൈജു ലൈലാരാജ് പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെ എരഞ്ഞിപ്പാലം ശാഖ ഉദ്യോഗസ്ഥനാണ്. നിരണം സ്വദേശിയാണ് ലൗലി നിസാർ. പ്രദർശനം വെള്ളിയാഴ്ച വരെ തുടരും. ദേശീയ ഗെയിംസ് സ്വാഗത സംഘം ഓഫീസ് തുറന്നു. കെ.വി. കൃഷ്ണമേനോൻ ഇൻഡോർ സ്റ്റേഡിയത്തിൽ മന്ത്രി എം.കെ. മുനീർ ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഗെയിംസിന്റെ മുന്നൊരുക്കങ്ങൾക്കായി കൂടുതൽ തുക സർക്കാരിനോട് ആവശ്യപ്പെടുമെന്ന് അദ്ദേഹം പറഞ്ഞു. ദേശീയ ഗെയിംസിന്റെ സ്വാഗത സംഘം ഓഫീസ് വി.കെ. കൃഷ്ണമേനോൻ ഇൻഡോർ സ്റ്റേഡിയത്തിലാണ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. പഞ്ചായത്ത് സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ എം.കെ. മുനീർ സ്വാഗത സംഘം ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഗെയിംസിന്റെ മുന്നൊരുക്കങ്ങൾക്കായി സർക്കാരിനോട് കൂടുതൽ തുക ആവശ്യപ്പെടുമെന്ന് അദ്ദേഹം ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. മത്സരങ്ങൾ നടക്കുന്ന വേദികളിലേക്കുള്ള അനുബന്ധ റോഡുകളുടെ പ്രവൃത്തികൾ ഉടൻ ആരംഭിക്കും. ഇവിടേക്കുള്ള സൈൻ ബോർഡുകൾ സ്ഥാപിക്കും. ഒരുമയോടെ അസ്വാരസ്യങ്ങളില്ലാതെ നല്ല കൂട്ടായ്മയിൽ മത്സരങ്ങൾ വിജയിപ്പിച്ചെടുക്കണമെന്നും ഗെയിംസിന്റെ പ്രവർത്തനങ്ങൾ വിജയിപ്പിച്ചെടുക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഫോളോ അപ്പ് ഞാൻ തിരുവനന്തപുരത്ത് നിങ്ങൾക്ക് വേണ്ടി നടത്തുന്നതാണ് നമ്മൾ അറിയിക്കാൻ ശ്രമിക്കുകയാണ്. അതുപോലെ ബാക്കി സജ്ജീകരണത്തിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെയും ശ്രദ്ധയുണ്ടാകും എന്ന് വിശ്വസിക്കുകയും സംസ്ഥാന തലത്തിൽ ഉണർത്തേണ്ട കാര്യങ്ങൾ എന്നെ ധരിപ്പിച്ചു കഴിഞ്ഞാൽ പരമാവധി കാര്യങ്ങളൊക്കെ ചെയ്യാം. പിന്നെ ജില്ലാ കളക്ടർ സി.എ. ലത അധ്യക്ഷം വഹിച്ചു. എം.എൽ.എമാരായ എ. പ്രദീപ് കുമാർ, സി. മോയിൻകുട്ടി, എ.കെ. ശശീന്ദ്രൻ, ദേശീയ ഗെയിംസ് ഓർഗനൈസിംഗ് സെക്രട്ടറി പി.എ. ഹംസ, ജില്ലാ സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് കെ.ജെ. മത്തായി, സ്പോർട്സ് കൌൺസിൽ മുൻ സംസ്ഥാന പ്രസിഡന്റ് ടി.പി. ദാസൻ, ഡി.ടി.പി.സി. സെക്രട്ടറി ജെസി ഹെൻ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. പലസ്തീൻ പ്രശ്നത്തിൽ പതിറ്റാണ്ടുകളായി ഇന്ത്യ അനുവർത്തിച്ചു വരുന്ന നിലപാടിൽ ബി.ജെ.പി. വെള്ളം ചേർക്കുകയാണെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല അഭിപ്രായപ്പെട്ടു. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിച്ച പലസ്തീൻ ഐക്യദാർഢ്യ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഫലസ്തീൻ വിഷയത്തിൽ നരേന്ദ്രമോദിയുടേത് അവസരവാദ നിലപാടാണെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. സ്വാതന്ത്ര്യത്തിനു മുൻപും ശേഷവും ഇന്ത്യ ഫലസ്തീൻ ജനതയോടൊപ്പമായിരുന്നു. അമേരിക്കയുടെ പിന്തുണയോടെ ഇസ്രായേൽ ഗസയിൽ നടത്തുന്ന നരനായാട്ടിനെ അനുകൂലിക്കുന്ന ബി.ജെ.പി. സർക്കാരിന്റെ നിലപാട് കിരാതമാണെന്നും ചെന്നിത്തല പറഞ്ഞു. കോഴിക്കോട് ഡി.സി.സി. ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ഫലസ്തീൻ ഐക്യദാർഢ്യ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പാലസ്തീനിലെ ജനങ്ങൾ അനുഭവിക്കുന്ന വേദനകളും പ്രയാസങ്ങളും ലോക മനസാക്ഷിയെ തന്നെ ഞെട്ടിപ്പിക്കുകയും അത്ഭുതപ്പെടുത്തുകയും ചെയ്തിട്ടുള്ള ഒന്നാണ്. ഒരു കാരണവുമില്ലാതെ ഒരു ജനതയ്ക്ക് നേരെ ആകെ പറയുന്നൊരു കാരണം 3 ഇസ്രായേലുകാരെ ഹമാസ് തട്ടിക്കൊണ്ടുപോയി എന്നുള്ളത് മാത്രമാണ്. അത്തരം ചെറിയ ഒരു കുറ്റത്തിന്റെ പേരിൽ ഒരു ജനതയ്ക്ക് നേരെ അതിശക്തമായ ഒരു യുദ്ധം പ്രഖ്യാപിക്കാൻ ഇസ്രായേൽ മുന്നോട്ട് വന്നതിന്റെ യുക്തി എത്ര ആലോചിച്ചിട്ടും മനസ്സിലാകുന്നില്ല. ഇന്ത്യയുടെ ഫലസ്തീൻ നയത്തിൽ മോദി സർക്കാർ വെള്ളം ചേർത്തിരിക്കുകയാണ്. അമേരിക്കയുടെ പാവയായ ഐക്യരാഷ്ട്രസഭയ്ക്ക് ജനങ്ങളുടെ വിശ്വാസം നേടിയെടുക്കാനാവില്ല. മധ്യപൗരസ്ത്യ ദേശത്തെ ചെറുതും വലുതുമായ എല്ലാ അനിഷ്ട സംഭവങ്ങൾക്ക് പിന്നിലും അമേരിക്കയുടെ കറുത്ത കരങ്ങളാണ്. ചരിത്രത്തിൽ ഒറ്റപ്പെട്ട ജൂതന്മാരെ കൂട്ടിയോജിപ്പിച്ച് ഇസ്രായേൽ രാഷ്ട്രം സൃഷ്ടിച്ച അമേരിക്കയെ നിലയ്ക്ക് നിർത്താൻ ഇന്ത്യക്ക് മാത്രമേ കഴിയുകയുള്ളൂവെന്നും അദ്ദേഹം പറഞ്ഞു. ഡി.സി.സി. പ്രസിഡന്റ് കെ.സി. അബു അധ്യക്ഷം വഹിച്ചു. കെ.പി.സി.സി. ജനറൽ സെക്രട്ടറിമാരായ എൻ. സുബ്രഹ്മണ്യൻ, ടി. സിദ്ദിഖ്, സെക്രട്ടറി കെ. ജയന്ത്, ഡി.സി.സി. ജനറൽ സെക്രട്ടറി ഐ. മൂസ എന്നിവർ സംസാരിച്ചു. വാർത്തകളിൽ മറ്റിടവേള. വിശ്വാസം, അടിതെറ്റാത്ത പാദങ്ങൾ. പ്രീമിയർ ദ കിങ് ഓഫ് ഫുട്വെയർസ്. എനിക്ക് കാണണ്ടവനെ. ആഹ്ലാദം മുണ്ടുകൾ. ഇനി ഓരോ വീട്ടിലും ആഹ്ലാദം. SG ഇലക്ട്രോണിക്ക കേരളത്തിലെ ഏറ്റവും വലിയ ഇലക്ട്രോണിക് സമുച്ചയം. 12 ബ്രാൻഡഡ് കമ്പനി ഷോറൂമുകൾ ഒരു കുടക്കീഴിൽ. 666 രൂപ നൽകി LED TV സ്വന്തമാക്കുവാൻ സുവർണാവസരം. LG, സോണി, പാനസോണിക്, വോൾട്ടാസ്, ഗോദ്രേജ്, ഹയർ, ഷാർപ്പ്, ഫിലിപ്സ്, വേൾപൂൾ, IFB ബ്രാൻഡുകളുടെ എല്ലാ മോഡലുകളും. SG ഇലക്ട്രോണിക്ക, ഇലക്ട്രോണിക്സ് ജംഗ്ഷൻ നിയർ മലബാർ ക്രിസ്ത്യൻ കോളേജ്, വയനാട് റോഡ്, കോഴിക്കോട്. ഫോൺ 0495406001. റംസാൻ ഓണം ഖാദി മേള മിഠായി തെരുവ് ഖാദി ഗ്രാമോദ്योग എംപോറിയത്തിൽ. കോട്ടൺ ഖാദി, മസ്ലിൻ ഖാദി, വൂളൻ, സിൽക്ക്, സ്പൺ സിൽക്ക്, ഖാദി പോളി വസ്ത്രം, പരവതാനികൾ, ഖാദി റെഡിമെയ്ഡ്,
ചെടിച്ചട്ടികൾ, കരകൗശല വസ്തുക്കൾ, തേൻ, സോപ്പ്, എള്ളെണ്ണ, ബേക്കറി ഉൽപ്പന്നങ്ങൾ, ജൂട്ട് ലെതർ ഉൽപ്പന്നങ്ങൾ, കോലാപ്പുരി ചെരുപ്പുകൾ, ആയുർവേദ സോപ്പുകൾ, മരം, ചൂരൽ, സ്റ്റീൽ ഫർണിച്ചറുകൾ, വീട്ടാവശ്യത്തിനുള്ള മറ്റു ഉപകരണങ്ങൾ, 30% ഗവൺമെന്റ് റിബേറ്റ്. റംസാൻ ഓണം ഖാദി മേള മിഠായി തെരുവ് ഖാദി ഗ്രാമോദ്योग എംപോറിയത്തിൽ. വാർത്തകൾ തുടരുന്നു. മഴയൊഴിഞ്ഞ സായാഹ്നത്തിൽ നഗരത്തിലെ സംഗീതാസ്വാദകർക്ക് വേണ്ടി പ്രിയ ഗാനങ്ങൾ പെയ്തിറങ്ങി. തെക്കേപ്പുറം പൗരാവലിയെ ഒരുക്കിയ വേദിയിൽ മുഹമ്മദ് റഫി, കിഷോർ കുമാർ, മുകേഷ് ഗാനങ്ങൾ ഒഴുകിയെത്തിയപ്പോൾ ടൗൺഹാളിൽ നിറഞ്ഞ സദസ്സിന്റെ മനം നിറഞ്ഞു. ഗൃഹാതുരതയുണർത്തുന്ന ഹിന്ദി ഗാനങ്ങളുടെ സംഗീത സായാഹ്നമായിരുന്നു ടൗൺഹാളിലെ വേദി സംഗീത പ്രേമികൾക്ക് സമ്മാനിച്ചത്. തെക്കേപ്പുറം പൗരാവലി ആഭിമുഖ്യത്തിലാണ് റഫി, കിഷോർ, മുകേഷ് ത്രയം അനശ്വര ഗാനങ്ങൾ ആസ്വാദകർക്ക് മുന്നിൽ അവതരിപ്പിച്ചത്. മറുനാടുകളിലെ ഒട്ടേറെ വേദികളിൽ പാടിയ തെക്കേപ്പുറത്തുകാരൻ സുനിൽ ഇറമാക്ക് വീട്, മുകേഷ് ഗാനങ്ങളാൽ കോഴിക്കോട്ടുകാരുടെ ഹൃദയം കവർന്ന നയൻജെ ഷാ, വേദിയെ ശബ്ദമാധുര്യത്താൽ ശ്രദ്ധേയയായ റോഷ്നി മേനോൻ എന്നിവരാണ് റഫി, കിഷോർ, മുകേഷ് ഗാനങ്ങൾ ആലപിച്ചത്. സുനിൽ ഇറമാക്ക് വീടിന്റെ യേ ശ്യാം മസ്താനി എന്ന ഗാനത്തോടെയായിരുന്നു തുടക്കം. തുടർന്ന് പാടിയ ഗംഗാ മേരി മാത, നയൻജെ ഷാ പാടിയ ജാനെ കഹാഗയെ, റോഷ്നിയുടെ ഓ സജ്ന എന്നീ ഗാനങ്ങളും ആസ്വാദകരുടെ മനം കവർന്നു. കോഴിക്കോട് മ്യൂസിക് മേക്കേഴ്സിന്റേതായിരുന്നു ഓർക്കസ്ട്ര. കീബോർഡിൽ പപ്പൻ കോഴിക്കോട്, ഹരിദാസ് എന്നിവർ വിരലുകൾ അമർത്തി. PF രാജു ഫ്ലൂട്ട്, സാക്സഫോൺ, ക്ലാരറ്റ് എന്നിവയിൽ ചുണ്ടുകൾ ചേർത്തു. വയലിനിൽ മണികണ്ഠൻ തറോൾ, ഗിറ്റാറിൽ സോമൻ, ഹബീബ്, ഡ്രംസിൽ ഹസീസ്, തുമ്പയിൽ ജോയ്, തബലയിൽ സന്തോഷ്, ഫിറോസ് എന്നിവർ പശ്ചാത്തല സംഗീതമൊരുക്കി. സംഗീത സായാഹ്നം മന്ത്രി ഡോക്ടർ M.K. മുനീർ ഉദ്ഘാടനം ചെയ്തു. കൌൺസിലർ KP അബ്ദുള്ള കോയ അധ്യക്ഷം വഹിച്ചു. CDA ചെയർമാൻ NC അബൂബക്കർ, EV ഉസ്മാൻ കോയ, മുഹമ്മദ് സാദിഖ്, നജീബ് കാന്തപുരം, വിൻസെന്റ് ഇലഞ്ഞിക്കൽ, MV മുർഷിദ് അഹമ്മദ് എന്നിവർ പ്രസംഗിച്ചു. കേരള ആഭരണ നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് ചെയർമാനായി നിയമിക്കപ്പെട്ട അഡ്വക്കേറ്റ് M. രാജന് പൗരാവലി സ്വീകരണം നൽകി. മന്ത്രി രമേശ് ചെന്നിത്തല ചടങ്ങിൽ മുഖ്യപ്രഭാഷണം നടത്തി. പൗരാവലിയുടെ ഉപഹാരവും മന്ത്രി സമ്മാനിച്ചു. തൊഴിലാളി മേഖലകളിലും സാമൂഹിക സാംസ്കാരിക മണ്ഡലങ്ങളിലും വലിയ സംഭാവനകൾ നൽകിയ M. രാജൻ ഇതിലും വലിയ സ്ഥാനമാനങ്ങൾക്ക് അർഹനാണെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല അഭിപ്രായപ്പെട്ടു. INTUC ജില്ലാ പ്രസിഡന്റും നഗരത്തിലെ സാമൂഹിക സാംസ്കാരിക മണ്ഡലങ്ങളിൽ നിറസാന്നിധ്യവുമായ M. രാജൻ കേരള ആഭരണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിന്റെ ചെയർമാനായി നിയമിക്കപ്പെട്ടതിൽ അനുമോദിക്കാനായി നഗരത്തിലെ പൗരാവലി സംഘടിപ്പിച്ച സ്വീകരണ സമ്മേളനത്തിൽ മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു ചെന്നിത്തല. സ്വീകരണ കമ്മിറ്റി ചെയർമാൻ PV ഗംഗാധരൻ അധ്യക്ഷം വഹിച്ചു. മന്ത്രി രമേശ് ചെന്നിത്തല പൗരാവലിയുടെ ഉപഹാരം M. രാജന് സമ്മാനിച്ചു. മന്ത്രി M.K. മുനീറും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ M. അബ്ദുൽ സലാമും ചേർന്ന് പൊന്നാടി അണിയിച്ചു. മാതൃഭൂമി മാനേജിംഗ് എഡിറ്റർ PV ചന്ദ്രൻ പൂച്ചെണ്ട് നൽകി. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ചടങ്ങിൽ MLA-മാരായ A. പ്രദീപ് കുമാർ, AK ശശീന്ദ്രൻ, പുരുഷൻ കടലുണ്ടി, BJP സംസ്ഥാന പ്രസിഡന്റ് V. മുരളീധരൻ, KPCC ജനറൽ സെക്രട്ടറി N. സുബ്രഹ്മണ്യൻ, സെക്രട്ടറിമാരായ K. ജയന്ത്, K. പ്രവീൺ കുമാർ, KPCC നിർവാഹക സമിതി അംഗം PM നിയാസ്, CPM ജില്ലാ സെക്രട്ടറി TP രാമകൃഷ്ണൻ, മനയത്ത് ചന്ദ്രൻ, TV ബാലൻ, MP അഹമ്മദ്, മുൻ മേയർമാരായ CJ റോബിൻ, UT രാജൻ, നടൻ മാമുക്കോയ, CDA ചെയർമാൻ NC അബൂബക്കർ, BMS സംസ്ഥാന വൈസ് പ്രസിഡന്റ് K. ഗംഗാധരൻ, ഡോക്ടർ K. മൊയ്തു, കട്ടയാട്ട് വേണുഗോപാൽ തുടങ്ങിയവർ പ്രസംഗിച്ചു. ഖാദി ബമ്പർ സമ്മാന പദ്ധതിയുടെ പ്രതിവാര നറുക്കെടുപ്പ് ഖാദി എംപോറിയത്തിൽ അസിസ്റ്റന്റ് കമ്മീഷണർ K. അരവിന്ദാക്ഷൻ നിർവഹിച്ചു. കൂപ്പൺ നമ്പർ 105364 സിൽക്ക് സാരി സമ്മാനമായി ലഭിച്ചത്. ഓണം വിപണിയെ വരവേൽക്കാൻ സർക്കാർ സംഘടിപ്പിച്ച ഖാദി ബമ്പർ സമ്മാന പദ്ധതിയുടെ പ്രതിവാര നറുക്കെടുപ്പ് ഖാദി ഗ്രാമോദ്योग എംപോറിയത്തിൽ അസിസ്റ്റന്റ് കമ്മീഷണർ K. അരവിന്ദാക്ഷൻ നിർവഹിച്ചു. സമ്മാനാർഹമായ സിൽക്ക് സാരി കൂപ്പൺ നമ്പർ 105364 ലഭിച്ചു. ഗ്രാമങ്ങളിലാണ് ഇന്ത്യ വസിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്.
ഗാന്ധിജി ആ കാഴ്ചപ്പാടെടുത്തത് വളരെ ശരിയായിരുന്നു എന്ന് നമുക്കിപ്പോഴും എല്ലായ്പ്പോഴും അറിയുന്ന ഒരു കാര്യമാണ്. അതിന്റെ ഭാഗമായിട്ട് ഗ്രാമങ്ങളെ വികസിപ്പിക്കുന്നതിന് ഗ്രാമീണ ഉൽപ്പന്നങ്ങൾ ഈ നമ്മുടെ മാർക്കറ്റിൽ എത്തിച്ച് അതിനെ വിപണന മേഖല കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ഖാദി ബോർഡ് പ്രവർത്തനം ആരംഭിച്ച് നമ്മുടെ സർക്കാർ അതിനുവേണ്ടിയുള്ള എല്ലാ പ്രോത്സാഹനവും നടത്തി വരികയാണ്. സർവോദയ സംഘം വൈസ് പ്രസിഡന്റ് പി വി വിശ്വൻ അധ്യക്ഷം വഹിച്ചു. ഖാദി ബോർഡ് പ്രൊജക്ട് ഓഫീസർ സി കെ അനിൽകുമാർ മുഖ്യപ്രഭാഷണം നടത്തി. പ്രദീപം ഡെയിലി ചീഫ് എഡിറ്റർ ഡോക്ടർ എ വി പ്രകാശ്, ജൈവ കർഷക സംഘം കൺവീനർ സി പി അബ്ദുൾ റഹ്മാൻ, ഖാദി എംപോറിയം മാനേജർ പരമേശ്വരൻ, അസിസ്റ്റന്റ് മാനേജർ എം കെ അനന്തരാമൻ എന്നിവർ സംബന്ധിച്ചു. അപകട ഭീഷണിയിലായ ഇരുനില കെട്ടിടം പൊളിച്ചു നീക്കി. എരഞ്ഞിക്കൽ ബസാറിലാണ് ഇരുനില കെട്ടിടം തകർന്നു വീഴാൻ തുടങ്ങിയത്. നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് പോലീസും ഫയർഫോഴ്സും സ്ഥലത്തെത്തി. കൗൺസിൽ ഇടപെട്ടാണ് കെട്ടിടം പൊളിച്ചു നീക്കിയത്. എരഞ്ഞിക്കൽ ബസാറിലെ ഇരുനില കെട്ടിടം താഴ്ന്ന് അപകട ഭീഷണിയിലായതിനെ തുടർന്നാണ് എരഞ്ഞിക്കൽ പഴയ റോഡിൽ ഗതാഗതം നിർത്തിവച്ചത്. ശനിയാഴ്ച ഉച്ചയ്ക്ക് 2 മണിയോടെയാണ് പയ്യാട്ട് ബഷീറിന്റെ ഉടമസ്ഥതയിലുള്ള പഴക്കം ചെന്ന കെട്ടിടം ചാഞ്ഞു വീഴാൻ തുടങ്ങിയത്. തുടർന്ന് പോലീസും ഫയർഫോഴ്സും സ്ഥലത്തെത്തി ഇതുവഴിയുള്ള വാഹനങ്ങൾ വഴിതിരിച്ചു വിടുകയായിരുന്നു. കൗൺസിലർ ഹാജിറ കറ്റാടത്തിന്റെ നേതൃത്വത്തിൽ ഡൽഹിയിലുള്ള കെട്ടിട ഉടമയുമായി സംസാരിച്ചതിനെ തുടർന്ന് വൈകിട്ടോടെ കെട്ടിടം പൊളിച്ചു നീക്കാൻ തുടങ്ങി. രാത്രി വൈകിയും കെട്ടിടം പൊളി തുടർന്നു. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് www.jillavartagal.com. വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കുന്നതിൽ സംസ്ഥാന സർക്കാർ കാണിക്കുന്ന ഗുരുതരമായ നിഷ്ക്രിയത്വം അവസാനിപ്പിക്കണമെന്ന് ഇലക്ട്രിക്കൽ വയർമെൻ ആൻഡ് സൂപ്പർവൈസേഴ്സ് അസോസിയേഷൻ ഓഫ് കേരള CITU. മുടങ്ങിക്കിടക്കുന്നതും പാതി വഴിയിൽ ഉപേക്ഷിച്ചതുമായ വൈദ്യുതി പദ്ധതികൾ പൂർത്തീകരിച്ച് ലോഡ് ഷെഡിംഗും പവർ കട്ടും ഒഴിവാക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു. വൈദ്യുതി മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് CITUവിന്റെ നേതൃത്വത്തിൽ തൊഴിലാളികൾ ഓഗസ്റ്റ് 13-ന് സംസ്ഥാന വ്യാപകമായി വൈദ്യുതി ഭവനിലേക്ക് മാർച്ച് നടത്തുമെന്നും നേതാക്കൾ പറഞ്ഞു. സേഫ് ക്യാമ്പസ് എന്ന സന്ദേശവുമായി MMM ഹൈസ്കൂളിലെ സ്കൂൾ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പും കാലിക്കറ്റ് എഡ്യൂക്കേഷണൽ ചാരിറ്റബിൾ ട്രസ്റ്റും സംഘടിപ്പിക്കുന്ന ലഹരി വിരുദ്ധ ക്യാമ്പയിൻ ഈ മാസം 13-ന് സിറ്റി പോലീസ് കമ്മീഷണർ AV ജോർജ് ഉദ്ഘാടനം ചെയ്യും. ചടങ്ങിൽ രക്ഷിതാക്കൾക്ക് ബോധവൽക്കരണ ക്ലാസും നടക്കും. കേരള പോലീസ്, എക്സൈസ് ഡിപ്പാർട്ട്മെന്റ്, ആരോഗ്യവകുപ്പ് എന്നിവയുമായി കൈകോർത്താണ് പദ്ധതി നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത്. അഹമ്മദിയ മുസ്ലിം ജമാഅത്തിന്റെ യുവജന വിഭാഗം ശനിയാഴ്ച വൈകുന്നേരം 5 മണിക്ക് കോഴിക്കോട് ബൈത്തുൽ ഖുദ്ദൂസ് ഓഡിറ്റോറിയത്തിൽ വെച്ച് ഒരു പീസ് കോൺഫറൻസ് നടത്തുന്നു. വ്യക്തികൾക്കും മതങ്ങൾക്കും സമൂഹങ്ങൾക്കുമിടയിൽ സമാധാനത്തിന്റെയും സാഹോദര്യത്തിന്റെയും സന്ദേശം എത്തിക്കുക എന്ന ഉദ്ദേശം മുൻനിർത്തി കേരളത്തിലെ മത സാംസ്കാരിക രംഗത്തെ പ്രമുഖരെയാണ് പരിപാടിയിൽ ക്ഷണിച്ചിട്ടുള്ളത്. അഹമ്മദിയ മുസ്ലിം ജമാഅത്തിന്റെ കോഴിക്കോട് മേഖല അമീർ KM അഹമ്മദ് കോയ അധ്യക്ഷത വഹിക്കുന്ന യോഗത്തിൽ യുവജന വിഭാഗം അഖിലേന്ത്യാ മേലധ്യക്ഷൻ റഫീഖ് ബേഗ് കാശ്മീരി മുഖ്യപ്രഭാഷണം നടത്തും. ഈ മാസം 16-ന് ശനിയാഴ്ച വൈകുന്നേരം 5 മണിക്കാണ് പീസ് കോൺഫറൻസ് നടക്കുക. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartagal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ദേശീയ തലത്തിൽ പൊതുവിതരണ സമ്പ്രദായം കുത്തകവൽക്കരിക്കപ്പെട്ടിരിക്കുകയാണെന്ന് AK ശശീന്ദ്രൻ MLA. LDF നേതൃത്വത്തിൽ ജനപ്രതിനിധികൾ കളക്ടറേറ്റ് മാർച്ച് സംഘടിപ്പിച്ചു. ദേശീയപാതയിൽ അപകടങ്ങൾ തുടർക്കഥ. വടകരയിൽ ദീർഘദൂര ബസ്സിടിച്ച് സ്കൂൾ ബസ് മറിഞ്ഞു. 30ഓളം പേർക്ക് പരിക്ക്. കഴിഞ്ഞ ഒരു മാസമായി തുടരുന്ന കോറി കർഷക സമരം മൂലം നിർമ്മാണ മേഖല പൂർണ്ണമായും സ്തംഭിച്ചിരിക്കുകയാണെന്ന് ബിൽഡേഴ്സ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് അടിയുറച്ച വിശ്വാസം, അടിതെറ്റാത്ത പാദങ്ങൾ. പ്രീമിയർ ദ കിങ് ഓഫ് ഫുട്വെയർസ്. ആഹ്ലാദം മുണ്ടുകൾ. ഇനി ഓരോ വീട്ടിലും ആഹ്ലാദം.